കേരള സ്റ്റോറി. കേരള സ്റ്റോറിയാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. കേരള സ്റ്റോറി 1 വരുന്നു, അതിൻ്റെ സീക്വലായിട്ട് കേരള സ്റ്റോറി 2 വരുന്നു. അപ്പോൾ കേരള സ്റ്റോറിയെ പറ്റി പറയുമ്പോൾ അത് കേരള സ്റ്റോറി തന്നെയാണോ എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റോറിയെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം തുടങ്ങുന്നത് കേരള സ്റ്റോറി 1-ൽ നിന്നാണ്. അതായത് കേരള സ്റ്റോറി 1 ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച് കേരളത്തിലെ ആൾക്കാരുടെയൊക്കെ ഒരുപാട് വെറുപ്പും അതുപോലെ തന്നെ ദേഷ്യമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സിനിമയായിരുന്നു. തരക്കേടും എന്താ പറയുക, ചില്ലറ പൈസയ്ക്ക് ഉണ്ടാക്കിയ സിനിമ വളരെ മികച്ച ഒരു വിജയം ഇന്ത്യയിൽ നിന്ന് നേടി. വളരെ ആ സിനിമയുടെ കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ കേരളത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു, അതിലൊരു സംശയമില്ല. അപ്പോൾ കേരള സ്റ്റോറി 1-ൽ നമ്മൾ പറയുമ്പോൾ അതായത് നമ്മളെപ്പോഴും നല്ലതിനെ നല്ലതെന്നും ചീത്തയെ ചീത്ത എന്നും വേർതിരിച്ച് കാണുവാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എവിടെ നല്ലതുണ്ടോ അതിനെ നമ്മൾ പ്രശംസിക്കണം, എവിടെ ചീത്തയുണ്ടോ അതിനെ നമ്മൾ എന്താ പറയുക വിമർശിക്കണം എന്ന് ആണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതേ ആ ഒരു വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കേരള സ്റ്റോറി 1-ൽ നമുക്കറിയാം വളരെയധികം ഫാൾസ് ക്ലെയിംസോടുകൂടി വന്ന, വളരെയധികം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഒരുപാട് തെറ്റായ കാര്യങ്ങൾ, കേരളത്തിൽ സംഭവിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ. അവർ തന്നെ പറഞ്ഞിട്ട് 32,000-ഓളം പെൺകുട്ടികൾ കൺവേർഷൻ ചെയ്യപ്പെട്ട ഐസിസിലേക്ക്. അതൊക്കെ വളരെ തെറ്റായ കാര്യങ്ങളാണ്. കാരണം കേരളത്തിലൊന്നും അങ്ങനെ ഒരു 32,000 കുട്ടികളൊന്നും പോയിട്ടില്ല എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. അതുപോലെ തന്നെ പകൽ പോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്, സിനിമയുടെ മേക്കേഴ്സിനും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈയിടെ സുദീപ് തോസൻ പറയുന്നത് കേട്ടോ, അതായത് ഞാൻ സിനിമ ചെയ്യുമ്പോൾ വളരെയധികം റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്, അതുപോലെ ഒരു വാട്സാപ്പ് ഫോർവേഡുകളിൽ നിന്നും ഒരു സിനിമ ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നുള്ളത്. പക്ഷെ ആ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഒരു തെറ്റായ ഇൻഫർമേഷൻ അദ്ദേഹം ആ സിനിമയിൽ കൊടുത്തത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. പക്ഷെ ആ സിനിമയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, യെസ്, അതിന്റെ ബേസ് എന്ന് പറയുമ്പോൾ കേരള സ്റ്റോറി എന്നുള്ള പേരോടുകൂടി ഇട്ടെങ്കിലും യെസ്, ദർ വേർ സംതിങ് വിച്ച് ഹാപ്പൻ ഇൻ കേരള. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിൽ അതിന് കേരള സ്റ്റോറി എന്നുള്ള പേര് അർഹിക്കുന്നില്ലെങ്കിൽ കൂടിയും ഓക്കെ, അവരുടെ ഒരു വീക്ഷണ കോണിൽ വന്ന് അതങ്ങ് കുറച്ചൊക്കെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ അവർക്കത് സാധിച്ചു. എന്നാൽ കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ഒരു സംഭവം, ഈ സിനിമ ഇതുവരെ റിലീസായിട്ടില്ല. നമ്മളൊക്കെ കണ്ടത് ട്രെയിലറാണ് എല്ലാവരുടെയും ചൊടിപ്പിച്ചത്. കേരളത്തിൽ പ്രത്യേകിച്ച് കേരളീയരുടെ വികാരങ്ങളെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു കേരള സ്റ്റോറി 2-ലുള്ളത്. വേറൊന്നുമല്ല, നിങ്ങൾക്കൊക്കെ അറിയാം, അതായത് ബീഫ് തീറ്റിക്കുന്നു, മറ്റത് മറിച്ചത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾക്കറിയാം ഈ ബീഫ് തീറ്റിക്കുന്ന പരിപാടിയൊക്കെ ഈ സംഭവമൊക്കെ അതൊക്കെ ഇന്ത്യയിൽ നടന്നാണെന്ന് പറയപ്പെടുന്നു. അത് ഇന്ത്യയിൽ വേറെ ഏതോ സംസ്ഥാനത്തൊക്കെ നടന്ന സംഭവങ്ങളാണ്. അപ്പം വേറെ ഏതോ ഒരു സംസ്ഥാനങ്ങളിലൊക്കെ, അപ്പോൾ കേരള സ്റ്റോറി 2-ൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് നടന്ന സംഭവങ്ങൾ പൂർണ്ണമായും എന്താ പറയുക ഇല്ല, അതായത് ആ സിനിമയിൽ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന വളരെ വളരെ എന്താ പറയുക ഇൻറ്റൻസ് ആയിട്ടുള്ള സീനുകൾ ഒരിക്കലും ഒറ്റൊന്നുപോലും കേരളവുമായി ബന്ധപ്പെട്ടതല്ല, കേരളത്തിൽ സംഭവിക്കാത്തതാണ്. യെസ്, അതിനെ നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സിനിമ കാണിക്കുന്ന സമയത്ത് സിനിമയിൽ ഇത്രയും ഭീതിജനകമായിട്ടുള്ള, അല്ലെങ്കിൽ ആൾക്കാരുടെ വികാരത്തെ തൊട്ടുണർത്തുന്ന, ഇതൊക്കെയാണോ ആൾക്കാർ കാണിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ തൊട്ടുണർത്തുന്ന ഒരു സംഭവം കാണിക്കുമ്പോൾ അതിന് കേരള സ്റ്റോറി എന്ന് പേരിട്ടുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗം, അതായത് കേരളത്തിൽ സെക്യുലറിസം കൂടുതലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ മൊത്തം അറിയാവുന്നതാണ്. അല്ലെങ്കിൽ കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേരള സ്റ്റോറി 1 വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പേരിൽ തന്നെ അങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ ഒരു 300-500 കോടി ചെറിയ മുതൽ മുടക്കിൽ നേടാം എന്നതിൻ്റെ മേക്കേഴ്സ് ചിന്തിച്ചോ എന്നുള്ളത് വളരെ വലിയ ഒരു ചോദ്യമാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ പല വീഡിയോകളും കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ പഴയ വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും നമ്മുടെ NDA സർക്കാരിനെ, അതുപോലെ നരേന്ദ്രമോദി, അതുപോലുള്ള പിന്നെ BJP, പിന്നെ കേരളത്തിലെ BJP നേതാക്കന്മാരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് മറ്റുള്ള കോൺഗ്രസ് പിന്നെ LDF നേതാക്കന്മാരുടെയൊക്കെ പല കാര്യങ്ങളെയും വിമർശിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത്, നല്ല കാര്യങ്ങളെ നല്ലതെന്നും മോശം കാര്യങ്ങളെ വിമർശിക്കാനും ഉള്ള ഒരു ചിന്താഗതി, അല്ലെങ്കിൽ ആ ഒരു മനസ്ഥിതി നമുക്ക് വേണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ആ ഒരു തത്വത്തിൽ ഊന്നിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതും. എൻ്റെ ഫ്രസ്ട്രേഷൻ, അതുപോലെ തന്നെ നമ്മൾ ദിവസേന കാണുന്ന പലരും ചെയ്യുന്ന കാര്യങ്ങളിലുള്ള നമ്മുടെ അഭിപ്രായ വ്യത്യാസം, അതൊക്കെ എൻ്റെ മനസ്സിൽ കിടന്നിങ്ങനെ നീറിയപ്പോഴാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരിക. 10 ആൾ കാണുന്ന, അല്ലെങ്കിൽ 20 ആൾ കാണുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്തിയല്ലോ എന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ കുറച്ച് ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു
ഒരു സോഷ്യൽ മീഡിയ, അതായത് ഈ ഒരു മാധ്യമ സമൂഹ മാധ്യമ രംഗത്തേക്ക് വരാൻ ഏറ്റവും വലിയ കാരണം. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല രീതികളിലും പിന്നെ BJPയും അങ്ങനെയുള്ള നേതാക്കന്മാരെയും അതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ അനുകൂലിച്ച് വീഡിയോ ഇട്ടത് കൊണ്ട് തന്നെ ഒരുപാട് സംഖ്യ എന്നുള്ള പേരുകൾ അതും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ ഇതിപ്പോൾ എൻ്റെ ഈ ഒരു അഭിപ്രായം കാണുമ്പോൾ എന്ത് പറയും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അതല്ല BJPക്കാരൻ്റെ ചീത്ത പറയുകയാണെങ്കിലും, അല്ലെങ്കിൽ നീ എന്ത് അറിഞ്ഞിട്ടാണ് ഈ കേരള സ്റ്റോറി 2 പിന്നെ വിമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ആ ഒരു സിനിമ, ആ സിനിമയിൽ നമ്മളിപ്പോൾ ട്രെയിലറിൽ കണ്ടിരിക്കുന്ന വിഷ്വൽസ് ഇപ്പോൾ സ്റ്റേ ഒക്കെ കിട്ടിയിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ കോടതിയിൽ ഭയങ്കരമായ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നാളെ റിലീസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ മേക്കേഴ്സ് പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിലുണ്ട്. ഈവൻ ട്രെയിലർ തന്നെ അങ്ങനെയാണ് പറയുന്നത്. സ്റ്റിൽ അതിൻ്റെ പേര് കേരള സ്റ്റോറി 2 എന്നാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം നിങ്ങളിപ്പോൾ അതിൻ്റെ മേക്കേഴ്സ് ചിലപ്പം വേറെ ഏതെങ്കിലും രാജ്യത്ത് നടന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നടന്ന ചില കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ, ആണെന്ന് പറയപ്പെടുന്നു. മധ്യപ്രദേശ് ഏതോ സ്റ്റേറ്റിൽ മറ്റേ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു, അതായത് നിർബന്ധിച്ച് ബീഫ് കഴിപ്പിച്ചു എന്നുള്ള സംഭവങ്ങളൊക്കെ. യെസ്, അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ടച്ച് ചെയ്തിരിക്കുന്നത്, എൻ്റെ മേക്കേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. അതായത് അവർ ടച്ച് ചെയ്തിരിക്കുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, പലരുടെയും വികാരത്തിനെ തൊട്ടുണർത്തുന്ന, ഒരു പ്രത്യേക മതവിഭാഗത്തിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ തീക്ഷ്ണമായിട്ടുള്ള, എന്താ പറയുക, ഒരുപാട് സീൻസും അതുപോലെ തന്നെ വസ്തുതകളുമാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സിനിമയിൽ. എന്നിട്ട് ആ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് കേരള സ്റ്റോറി എന്നാണ്. ഒബ്വിയസ്ലി കേരളത്തിലുള്ള ആൾക്കാർക്ക് അത് ദേഷ്യം പിടിക്കും. കാരണം കേരളത്തിൽ നടക്കാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ. നടക്കുന്ന സംഭവങ്ങൾ വെച്ച് നിങ്ങൾ കാണിച്ചോളൂ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ അംഗീകരിക്കുന്നതോടൊപ്പം ഞാൻ ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമുക്കറിയാം ഇവിടെ ഇപ്പം എമ്പുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് നിങ്ങൾക്കറിയാം ഒരുപാട് പേര് നമ്മുടെ BJPക്കാരും എല്ലാവർക്കും അത് വളരെ വലിയ സങ്കടകരമായിട്ടുള്ളൊരു സംഭവം. ഞാനും വിമർശിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സംഭവം വീണ്ടും എടുത്തിളക്കി ആൾക്കാരുടെ മനസ്സിൽ തീ കൂരിടേണ്ട ആവശ്യം എന്ത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ ചിന്തിച്ചത്. അല്ലാതെ അതിനകത്ത് മതമോ അല്ലെങ്കിൽ പാർട്ടിയോ ഞാൻ അത്ര കൂടുതൽ ചിന്തിച്ചിരുന്നില്ല. ആ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ചിന്തിച്ചു. സോ എനിവേസ്, അപ്പോൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ വേറൊരു സിനിമ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹിന്ദു മതവിഭാഗത്തെ താറടിച്ച് കാണിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തീയ മതവിഭാഗത്തെ താറടിച്ച് കാണിക്കുന്ന, മുസ്ലിം അങ്ങനെയുള്ള സിനിമകൾ വേറൊരു സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഹിന്ദുക്കളുടെ അരുങ്കൊലകൾ എന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ തോന്നിവാസങ്ങൾ, ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാണ്, അങ്ങനെ ഇട്ടിട്ട് ഒരു സിനിമ ഇറക്കുകയാണ്, അതും ആവിഷ്കാരത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ സെല്ല് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ കേരളത്തിൽ നടന്ന ഒരു മോശപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ദ സ്റ്റോറി ഓഫ് തമിഴ്നാട് എന്നോ അല്ലെങ്കിൽ ദ സ്റ്റോറി ഓഫ് ഒന്നും വളരെ സന്തോഷകരമായി ജീവിക്കുന്ന കുറേ ആൾക്കാരുള്ള ഒരു സ്ഥലം ഏതെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് പോട്ടെ നമുക്കൊരു സ്റ്റേറ്റ് എടുക്കാം, മഹാരാഷ്ട്ര അല്ലെങ്കിൽ മധ്യപ്രദേശ്. ദ സ്റ്റോറി ഓഫ് മധ്യപ്രദേശ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നടന്ന ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു സീരീസ് ട്രൂ ഇവൻസ് എന്നുള്ള രീതിയിൽ അവിടുത്തെ സംസ്ഥാനത്തിൻ്റെ ആ മധ്യപ്രദേശിൻ്റെ പേരിട്ട് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മധ്യപ്രദേശുകാർക്ക് ഇഷ്ടപ്പെടുമോ? അതുപോലെ തന്നെയാണ് ഇതിൻ്റെയും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇങ്ങനൊരു സിനിമ ഇറക്കുമ്പോൾ ഒബ്വിയസ്ലി നോർത്ത് ഇന്ത്യൻസും അതുപോലെ മറ്റുള്ള നോർത്ത് ഇന്ത്യൻസ് എന്ന് മാത്രമല്ല, കർണാടക, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഗോവ, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള ആൾക്കാരും ഈ സിനിമ കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് എന്താ വരിക? കേരളത്തിൽ നടന്നിരിക്കുന്ന ഹീനമായ കുറേ കാര്യങ്ങളാണ് ഈ സിനിമയിൽ ഉൾക്കൊള്ളിച്ചത് എന്നുള്ളതാണ്. പക്ഷേ അതുവഴി അവർക്ക് എന്ത് തോന്നും? കേരളത്തിൽ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? കേരളത്തിലെ മുസ്ലിംസ് ഇത്രയധികം ഭീകരന്മാരാണോ എന്നൊക്കെയാണ് അവർക്ക് തോന്നുന്നത്. കാരണം അതൊരു തെറ്റായ ചിന്താഗതി അവരിലേക്ക് തള്ളിക്കൊടുക്കുകയാണ്. ശരിയല്ലേ? ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എതിർക്കാൻ കാരണം. നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള ഇൻസിഡൻസ്, ട്രൂ ഇൻസിഡൻസ് എന്ന പേരിൽ ഇട്ടോളൂ. പക്ഷെ ഒരിക്കലും കേരള സ്റ്റോറി എന്ന് കൊടുത്തോ, അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന, അല്ലെങ്കിൽ കേരളത്തിലെ സ്ഥലങ്ങൾ ഉപയോഗിച്ചോ, കേരളത്തിലെ ആ ഒരു രീതികൾ ഉപയോഗിച്ചോ, പേരുകൾ ഉപയോഗിച്ചോ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു പ്രത്യേക സ്റ്റേറ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ, അതും ഇത്രയും തീക്ഷ്ണമായ ഒരു ടോപ്പിക് എടുത്തുകൊണ്ട് പരിപാടിയെങ്കിൽ അത് വളരെയധികം എതിർക്കപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ മലയാളികൾക്കൊക്കെ തന്നെ എന്താ പറയുക, ഇന്നിപ്പോൾ സുജിത് ഭക്തൻ പറഞ്ഞ പോലെ തൊലിയുരിഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ് ഇത്. കാരണം നടന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് അറിയുന്ന റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടെന്നില്ല, കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഇത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ BJP-ക്കാരും ഇതിന് എതിർക്കണം. കാരണം നിങ്ങൾ, അതായത് കേരളത്തിലുള്ള BJP-ക്കാർ തീർച്ചയായും എതിർക്കണം. കാരണം നമുക്കറിയാം ഈ സെൻസർ ബോർഡിൻ്റെ ഒക്കെ കാര്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സെൻസർ ബോർഡ് എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ള അറിയാം. ഇതിന് UA സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേരള സ്റ്റോറി 2-ന്. അപ്പോൾ സെൻസർ ബോർഡ് എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്? സെൻസർ ബോർഡ് നമ്മുടെ ഉദാഹരണത്തിന് സുരേഷ് ഗോപിൻ്റെ സിനിമേനെ ജാനകി, അപ്പോൾ വളരെ സീതയുടെ പേരാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അത്രയും വളരെ ടാർജറ്റഡ് ആയിട്ട് വളരെ ഇഴകീറി മുറിച്ചാണ് സെൻസർ ബോർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അപ്പൊ എങ്ങനെ ഇതുപോലൊരു സിനിമയ്ക്ക് ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്തെ ഒരു ആൾക്കാരെ മോശപ്പെട്ടതായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സിനിമ എന്തുകൊണ്ട് സെൻസർ ബോർഡ് അനുമതി കൊടുത്തു എന്നുള്ളത് വീണ്ടും ഒരു വളരെ വലിയ ഒരു ചോദ്യമായി അവശേഷിക്കുന്ന ഒന്ന് തന്നെയാണ്. എല്ലാവരുടെ മനസ്സിലും ഉള്ള ഒരു ചോദ്യം തന്നെയായിരിക്കും അത്. സെൻസർ ബോർഡിനോട് എനിക്കുള്ള അപേക്ഷ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള സിനിമകൾ നിങ്ങൾ കാണും, അപ്പോൾ മനസ്സിലാക്കും. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാവുന്ന ഇതിപ്പോൾ അതിനിപ്പോ ഈ നൂറ്റാണ്ടിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടാക്കുന്ന സിനിമകൾ ഈ തരത്തിലുള്ള സിനിമകളൊക്കെയാണ് ഇതാക്കുന്നത്. ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എടുക്കാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, മേക്കേഴ്സിന്റെ ഇഷ്ടം, പ്രൊഡ്യൂസേഴ്സിന്റെ ഇഷ്ടം, കാണാതിരിക്കാം, അത് കാണുന്നവരുടെയും അത് ഓഡിയൻസിന്റെ ഇഷ്ടം. ഓക്കെ, എനിവേസ്, ബട്ട് സ്റ്റിൽ using Kerala's name for these types of propaganda movies, okay, അതുവഴി എന്താ പറയുക, കേരളത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞുള്ളത്, കേരളത്തിന് മോശപ്പെട്ട സ്ഥാനം. നമ്മൾ ഇന്ത്യയിലുള്ള ആൾക്കാരാണ്, ഞാൻ മലയാളിയാണ്, നമ്മളൊക്കെ ഇന്ത്യയിലുള്ള ആൾക്കാരാണല്ലേ. അപ്പോൾ അത് ചെയ്യുന്നത് വഴി നമുക്ക് തന്നെ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ ഒരു വിലയില്ലാതാവുക എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് പോകും. അത് തീർച്ചയായും നമുക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ഞാൻ പറയട്ടെ, കാരണം വെച്ചാൽ നമ്മളെ വീട്ടിൽ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുകയാണ്, അതായത് പിന്നെ അപ്പുറത്തെ പറമ്പിൽ അല്ലെങ്കിൽ അയൽവാസിയെ പറ്റി, അയൽവാസി വേറെ എവിടെയോ നടന്ന സംഭവം ഞാൻ എൻ്റെ അയൽവാസിൻ്റെ പേരും വെച്ചിട്ട് അല്ലെങ്കിൽ അയൽവാസിൻ്റെ വീട്ടുപേരും വെച്ചിട്ട് അങ്ങോട്ട് ഒരു സംഭവമായിട്ട് അങ്ങോട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നല്ല രസം ഉണ്ടാവും. കാരണം അത് ഫാൾസ് ആണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. ഒരാളുടെ അയാൾ വരികയാണ്, അതായത് എൻ്റെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടുപേരും എൻ്റെ പേരും, അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നടന്ന ചില നടക്കാത്ത സംഭവങ്ങൾ, വേറെ എവിടെ നടന്ന സംഭവങ്ങൾ എൻ്റെ വീട്ടിൽ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൻ്റെ അതേപോലുള്ള ഭൂപ്രകൃതി അവിടെ തന്നെ അവരില്ലാത്ത സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അവര് തെറ്റായി പറഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിൽ നമ്മൾ ഇതിനെടുത്തു കഴിഞ്ഞാൽ, മലയാളികൾ ഒന്നടങ്കം അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിൽ കഴമ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ തീർച്ചയായും കേരള സ്റ്റോറി 2 പോലുള്ള സിനിമകൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. സത്യങ്ങൾ പുറത്തു വരണം, സത്യങ്ങൾ എല്ലാവരും അറിയണം. യെസ്, ദാറ്റ് ഈസ് ഫൈൻ. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു സിനിമ ഇറക്കുമ്പോൾ ഇന്ത്യയിൽ നടന്ന, അതായത് ദ ഇന്ത്യൻ സ്റ്റോറി ഓഫ് എന്താ പറയുക, ജിഹാദ് അല്ലെങ്കിൽ ദ ഇന്ത്യൻ സ്റ്റോറി ഓഫ് എന്താ പറയുക, ദ ഇന്ത്യൻ സ്റ്റോറി 2 എന്നോ, അല്ലെങ്കിൽ ദ ഇന്ത്യൻ സ്റ്റോറി, ചുമ്മാ ഒരു ഇന്ത്യൻ സ്റ്റോറി, അങ്ങനെ പല പേരുകളും, എനിക്കിപ്പോൾ പേരൊന്നും കറക്റ്റ് മനസ്സിൽ വരുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു ബീഫ് കഴിപ്പിച്ച സംഭവം കൊണ്ട് തന്നെ സിനിമ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ, നമുക്കറിയില്ല, സിനിമ കണ്ടാൽ മാത്രമേ പറയുള്ളൂ, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ആ ബീഫ് കഴിപ്പിച്ചത് ഏത് സംസ്ഥാനത്താണോ ആ സംസ്ഥാനത്തിന്റെ പേര് വെച്ചിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് നടന്ന സ്ഥലത്തിന്റെ പേര് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ. കേരളത്തിനെ ഈ ഒരു കാര്യത്തിലേക്ക് വലിച്ചടയ്ക്കുന്ന വളരെയധികം വിരോധാഭാസമാണ്, വളരെയധികം സങ്കടം ഉളവാക്കുന്ന ഒരു സംഗതിയും കൂടിയാണ്. സോ നമുക്കിതിനെതിരെ പ്രതിഷേധിക്കാം. നമ്മുടെ മാനം പോക്കുന്ന ഒരു പരിപാടിയാണിത്. നമ്മുടെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പറയുന്ന, അതായത് പിന്നെ അതിനിടയിൽ കുറെ ആൾക്കാർ എന്താ പറയുക, കേരള സ്റ്റോറിനെ എതിർക്കുന്നതിലൂടെ വീണ്ടും മറ്റുള്ള, ഞാൻ അതും കൂടി പറയട്ടെ, നോർത്ത് ഇന്ത്യക്കാരെ മൊത്തത്തിൽ തെറി വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരെ അപമാനിച്ചുകൊണ്ട് അവരെ തള്ളിക്കളയുക. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ തള്ളിക്കളഞ്ഞാൽ അവരെയും തള്ളിക്കളയുക, അങ്ങനെയുള്ള മലയാളികളെയും തള്ളിക്കളയുക എന്നേ എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എതിർക്കപ്പെടണം. അത് തെറ്റായ രീതിയിൽ ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയോ പോർട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സോ എൻ്റെ അഭിപ്രായം, ഐ ആം അഗെയിൻസ്റ്റ് കേരള സ്റ്റോറി 2. ഗുഡ് ബൈ.